അപ്പൊ ഇന്നലെ നമ്മള് ഡിവിസിബിലിറ്റി ടെസ്റ്റ് പറഞ്ഞു. 1 to 10 നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. അല്ല, മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കാനുണ്ട്. ബോറടിക്കുന്നുണ്ടല്ലേ ഇത്? ഡിവിസിബിലിറ്റി വലിയ ഇഷ്ടം ഉണ്ടാവില്ല ആർക്കും പഠിക്കാൻ. എന്നാലും പഠിക്കാതെ പറ്റില്ലല്ലോ. ഒരു 3-4 റൂൾസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടി നോക്കാം. ഫസ്റ്റ് വൺ, if a number is divisible by another number, then it is divisible by each of the factors of that number. ഒരു നമ്പറിനെ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇല്ലേ, അതായത് ഡിവൈസറിന്റെ ഫാക്ടേഴ്സ് കൊണ്ടും ആ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോ 24 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 3 എന്ന് കിട്ടും. 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 4, 8 അല്ലെ? 1ഉം 2ഉം 4ഉം 8ഉം ആണ് 8ന്റെ ഫാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ 24നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 24നെ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഡിവിഡന്റ്, ഇതാണ് ഡിവൈസർ. ഇത് ഡിവിഡന്റ്, ദിസ് ഈസ് ഡിവൈസർ. അപ്പോ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈസറിന്റെ ഫാക്ടേഴ്സിനെ കൊണ്ടും ആ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഒരു ഡിവിസിബിലിറ്റി റൂൾ. എന്താ പറയുന്നത്? If a number is divisible by another number, then it is divisible by each of the factors of that number. വേറൊരു എക്സാമ്പിൾ നോക്കാം. 30യെ നമുക്ക് 30 ഡിവൈഡഡ് ബൈ 6 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? 30യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5ന് ആൻസർ കിട്ടും. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 6 അല്ലെ? 1, 2, 3, 6 ആണ് 6ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ 30യെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും, 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും, 30യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ദാറ്റ് മീൻസ് 6ന്റെ എല്ലാ ഫാക്ടേഴ്സിനെ കൊണ്ടും നമുക്ക് 30യെ ഡിവൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, ക്ലിയർ ആയില്ലെങ്കിൽ. 100നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 20 കിട്ടും. ഇനി 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 5, 10. 10ന്റെ ഫാക്ടേഴ്സ് 1, 2, 5, 10. 100നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കിട്ടും. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 20 കിട്ടും. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കിട്ടും. സോറി, ഇവിടെ 10 അല്ലേ വരാ? ഹൺഡ്രഡിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 10 കിട്ടും. ഓക്കെ, അതാണ്
First divisibility rule. എന്താ പറയുന്നേ? If a number is divisible by another number, page number 49. If a number is divisible by another number, then it is divisible by each of the factors of that number. അതൊന്ന് underline ചെയ്തു വെച്ചേ എല്ലാരും. If a number is divisible by another number, then it is divisible by each of the factors of that number. അത് മനസ്സിലായല്ലോ? കുഴപ്പമില്ലല്ലോ? Then second one, if a number is divisible by two co-prime numbers, then it is also divisible by their product. Page number 49. If a number is divisible by two co-prime numbers, in the co-primes, co-primes എന്ന് വെച്ചാൽ എന്താ? എന്താ co-primes? രണ്ട് ക്ലാസ് മുന്നേ പഠിപ്പിച്ചതാ co-primes എന്താന്ന്. ആരാ പറഞ്ഞേ co-primes എന്താന്ന്? ആരാ പറഞ്ഞേ? ജുവാന, എന്താ co-primes? Co-primes അല്ലേ മിസ്സേ? ആ ഇത്ര നേരം ഓർത്തിരുന്നു, ഇപ്പൊ മറന്നുപോയി. ഇത്ര നേരം ഓർത്തിരുന്നു. അറിയുന്നത് പോലെ പറ. ഇത്ര നേരം ഓർത്തിരുന്നായിരുന്നല്ലോ. എവിടെ പോയി? ഒരു മിനിറ്റ്. ആ എന്നാ ആലോചിക്കേ. ഒരു ക്ലൂ കിട്ടുന്നത് വരെ ആലോചിക്കേ. അഫ്രാസ് എന്താ? 2, 3, 3, 4 ആ 2, 3, 4 അതൊക്കെയാണ് കോപ്രൈം നമ്പേഴ്സ്. എന്താണ് കോപ്രൈംസ്? They are the two numbers if they are not having any factors less than 1. അങ്ങനെ എന്തോ ഉണ്ടല്ലേ? അങ്ങനെ എന്തോ ഉണ്ട്. ഒരു നമ്പറിനോ മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ ഒറ്റ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ആ നമ്പേഴ്സിനല്ലേ കോപ്രൈംസ് എന്ന് പറയുന്നത്. കോപ്രൈംസ് എന്നാല് കോമൺ ഫാക്ടർ ഒന്ന് വരുന്നതാണ് കോപ്രൈംസ്. രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ കോമൺ ഫാക്ടർ 1 മാത്രമായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് കോപ്രൈംസ്. മനസ്സിലായോ? പേജ് നമ്പർ 47 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. Two numbers are said to be coprimes if they do not have a common factor other than 1. 1 അല്ലാതെ അതിന് വേറൊരു കോമൺ ഫാക്ടറും ഉണ്ടാവാൻ പാടില്ല. That numbers are called coprimes. അപ്പൊ ഈ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് if a number is divisible by two coprime numbers, then it is also divisible by its product. അതായത് ഒരു നമ്പറിനെ രണ്ട് കോപ്രൈംസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ ആ കോപ്രൈംസിന്റെ പ്രൊഡക്റ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? 750 is divisible by 2. 750 എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, 750 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? വൺസിന്റെ പ്ലേസിൽ 0 വരുന്നതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 750 എന്ന് പറയുന്നത് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്?
ഇതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയേ. സം ഓഫ് ദി ഡിജിറ്റ്സ് എത്ര? 7 + 5 12 അല്ലേ? 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 750 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 750 എന്ന് പറയുന്ന നമ്പറിനെ 2ന്റെയും 3ന്റെയും പ്രൊഡക്റ്റ് ആയ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. 750 divided by 6. 1, 6, 15, 2, 12, 3, 35, 125 എന്ന് കിട്ടും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അതായത് 750നെ നമുക്ക് 2 എന്ന് പറയുന്ന കോപ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോറി 2, 3 എന്ന് പറയുന്ന കോപ്രൈംസ് എടുത്താല് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 750യെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കണോ? വേറെ എക്സാമ്പിൾ കൂടി പറഞ്ഞു തരണോ? ഒറ്റ മിനിറ്റ്. $300 എന്ന് പറയുന്ന നമ്പർ, 300 എന്ന് പറയുന്ന നമ്പറിനെ 3, 4 എന്നീ രണ്ട് കോപ്രാംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, 300 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ? ഡിജിറ്റ്സിന്റെ സം നോക്കിയാൽ മതി. 3 + 0 + 0 3 ആണ് വരുന്നത് അല്ലേ? അപ്പൊ 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 100 എന്ന് കിട്ടും. ഇനി 300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എത്ര കിട്ടും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? Yes, it can be divided by 4 because the last 2 digits are 0. Last 2 digits 0 ആയതുകൊണ്ട് 300നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 75 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 300നെ 3ന്റെയും 4ന്റെയും പ്രൊഡക്റ്റ് ആയ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 3ന്റെയും 4ന്റെയും പ്രൊഡക്റ്റ് 3 × 4 12 അല്ലേ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 300 divided by 12. 13 2 times 24, 6, 0, 5, 60, 0. 300നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അതായത് 300നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3ന്റെയും 4ന്റെയും മൾട്ടിപ്ലൈ 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, ഇതാണ് എന്താ സെക്കൻഡ് റൂളിൽ പറയുന്നത്? If a number is divisible by 2 co-prime numbers, then it is also divisible by their product. രണ്ട് നമ്പേഴ്സിനെ രണ്ട് കോപ്രൈം നമ്പേഴ്സ്, ഒരു നമ്പറിനെ രണ്ട് കോപ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ
ആ നമ്പറിനെ അതിന്റെ പ്രൊഡക്റ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദി സെക്കൻഡ് റൂൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. സെക്കൻഡ് വൺ, പേജ് നമ്പർ 49. If a number is divisible by two co-prime numbers, then it is also divisible by the product. എന്താ co-prime numbers എന്ന് പറഞ്ഞാല്? എന്താ co-prime numbers? ജീവ സ്റ്റക്ക് ആയിരിക്കാം അല്ലേ? ആതിര, എന്താ co-prime numbers? എന്ന് വെച്ചാൽ 75-നെ divisible by 2 because once in 0. അതല്ല മോളെ, co-prime numbers എന്താന്ന് പറ. ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ co-primes എന്താന്ന്. If a number is divisible by two co-prime numbers, then it is also divisible by the product. അത് സെക്കൻഡ് ഡിവിസിബിലിറ്റി റൂൾ ആണ്. അതില് co-prime numbers എന്താ? തൊട്ട് മുന്നത്തെ പേജിൽ വെച്ച് നേരത്തെ പറഞ്ഞില്ലേ, co-primes എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 47. എന്താ co-primes? രണ്ട് നമ്പേഴ്സിന് കോമൺ ആയിട്ട് 1 മാത്രമാണ് ഫാക്ടർ വരുന്നതെങ്കിൽ, കോമൺ ഫാക്ടർ വരുന്നതെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് co-primes എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ അവിടെ? 2 3 3 4 4 5 5 6. ഈ നമ്പേഴ്സിനൊക്കെ കോമൺ ഫാക്ടർ 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരം നമ്പേഴ്സിനെയാണ് co-primes എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള രണ്ട് co-primesനെ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ co-primesന്റെ പ്രൊഡക്റ്റ് കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞത് എന്താ? If a number is divisible by another number, then it is divisible by each of the factors of that number. ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എക്സാക്ട് ഡിവിഷൻ നടക്കുമെങ്കിൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സിനെ കൊണ്ടും ഫസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ഡിവൈസറിന്റെ ഫാക്ടേഴ്സിനെ കൊണ്ടും ഫസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് റൂൾ പറയുന്നത് if a number is divisible by two co-prime numbers, ഒരു നമ്പറിനെ നമുക്ക് രണ്ട് co-prime numbers കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു നമ്പറിനെ രണ്ട് co-prime numbers കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ അതിന്റെ പ്രൊഡക്റ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്ത റൂൾ, തേർഡ് വൺ. If two given numbers are divisible by a number, then their sum is also divisible by that number. രണ്ട് നമ്പേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പേഴ്സിന്റെ സമ്മിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായില്ലല്ലോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? If two given numbers are divisible by a number, then their sum is also divisible by that number. രണ്ട് നമ്പേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പേഴ്സിന്റെ സമ്മിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 12-നെയും 15-നെയും 15-നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 12-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല്
4 എന്ന് കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 12ന്റെയും 15ന്റെയും സം 12 plus 15 27. 27നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 എന്ന് കിട്ടും. ഇവിടെ 12നെയും 15നെയും നമ്മൾ 3 കൊണ്ട് രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ടിനെയും 3 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട് ഡിവിഷൻ നടക്കും. അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം? 12ന്റെയും 15ന്റെയും സം ആയ 27നെയും ഇതേ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് തേർഡ് റൂൾ. തേർഡ് റൂളിൽ പറയുന്നത് ഇതാണ്. മനസ്സിലായില്ല? എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. വേറെ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 15നെയും 25നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 3 എന്ന് കിട്ടും. 25നെ നമുക്ക് 5 കൊണ്ട് ഈസി ആയിട്ട് എക്സാക്ട് ഡിവിഷൻ നടക്കും. ഇവിടെ 5 എന്ന് കിട്ടും. ഇവിടെ രണ്ടിനെയും 15 എന്ന് പറയുന്ന നമ്പറിനെയും 25 എന്ന് പറയുന്ന നമ്പറിനെയും നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 15ന്റെയും 25ന്റെയും സം രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 40 കിട്ടും അല്ലെ? 40നെയും ഇതേ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8 എന്ന് കിട്ടും. ഇതിന്റെ രണ്ടിന്റെയും സം ആയ 40യെയും ഇതേ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ റൂളിൽ പറയുന്നത്. മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല? ഒന്നും കൂടി പറയണോ? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. രണ്ട് നമ്പേഴ്സ് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കാം. 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് 16. 16നെ നമുക്ക് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറ്റുമല്ലോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? എത്രയാ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അതേപോലെ 20യെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20യെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കണ്ട. 16നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20യെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അങ്ങനെയാണെങ്കിൽ 16 plus 20 16 plus 20 എത്രയാ? 36. ഈ 36 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. രണ്ട് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് ആ രണ്ട് നമ്പേഴ്സിനെയും ഏതെങ്കിലും ഒരു നമ്പർ അത് പ്രൈം നമ്പർ തന്നെ ആവണമെന്നില്ല, കോമ്പോസിറ്റ് നമ്പർ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ആ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രണ്ട് നമ്പറിന്റെയും സമ്മിനെയും, അതായത് ആ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെയും അതേ സെയിം നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉപയോഗമൊന്നുമില്ല, ജസ്റ്റ് റൂൾസ് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഡിവിസിബിലിറ്റി ടെസ്റ്റ് പറയുന്നതിന്റെ കൂട്ടത്തില് ഇതിന്റെ റൂൾസ് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിനെല്ലാം ഉപയോഗം എന്താ? ചില സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും ഒക്കെ അപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനി ഒരു റൂളും കൂടി ഉണ്ട്, അതുകൂടി പറയുമ്പോഴത്തേക്ക് സമയം തീരുമായിരിക്കും. Fourth one, if two given numbers are divisible by a number, then the difference is also divisible by that number. ഇപ്പൊ പറഞ്ഞത് ഇതേപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസിനെയും ഇതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ അല്ലേ, 12നെയും 15നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ
12ന്റെയും 15ന്റെയും ഡിഫറൻസ് ആയ 27 സോറി സം ആയ 27നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോർത്ത് റൂൾ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സ് എടുത്താൽ അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് 15 മൈനസ് 12 എത്രയാ 3 എന്ന് കിട്ടും. ആ 3യെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോറി 3 divided by 3 is equal to 1. അതേപോലെ തന്നെ തൊട്ടടുത്ത് പറഞ്ഞ എക്സാമ്പിൾ 15നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെ സമ്മായ 40യെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയേ. 15ന്റെയും 25ന്റെയും ഡിഫറൻസ് 25 മൈനസ് 15 10 കിട്ടും. ഈ പറയുന്ന 10നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 എന്ന് കിട്ടും. അടുത്ത എക്സാമ്പിൾ എടുത്തത് ഏതാ? അടുത്ത എക്സാമ്പിൾ 16നെ നമുക്ക് 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 20യെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സമ്മായ 36നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അതിന്റെ ഡിഫറൻസ് നോക്കിയേ. 20 മൈനസ് 16 4 എന്ന് കിട്ടും. അതായത് ആ 4നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഫോർത്ത് റൂൾ. എനിക്കറിയാം ഇന്ന് പഠിപ്പിച്ച 4 റൂളും ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? ഏകദേശം മനസ്സിലായി. എന്നാലും ക്ലിയർ ആയിട്ട് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ മിസ്സിന് അറിയാം എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇത്രയൊക്കെ പറഞ്ഞുതരാൻ പറ്റൂ. നിങ്ങളെ നേരിട്ട് കിട്ടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞുതരായിരുന്നു. ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ട് പറഞ്ഞു തരുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ആ 4 റൂൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ആ പേജ് നമ്പർ 49-ലുള്ള ആ 4 റൂൾസും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. പറ്റുന്നത് പോലെ മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒരു 2-3 തവണ ഇപ്പൊ ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഇട്ട് തരാം. ആ ലിങ്ക് ഒന്ന് കേറിയിട്ട് ക്ലാസ് ഒന്നും കൂടി കേട്ട് നോക്കുക. എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇതേപോലെ തന്നെയാണ്. ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. എനിക്ക് തന്നെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ പരമാവധി പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എല്ലാവരും ഒരു 5-6 തവണ വായിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മിസ്റ്ററോട് പറഞ്ഞാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ.